السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عائشة رضي الله عنها قالت: قال رسول الله صلى الله عليه وسلم: وأن أحب الأعمال إلى الله أدومها وإن قل. റവാഹു അൽ ബുഖാരി വ മുസ്ലിമു റഹ്മത്തുള്ളാഹി അലൈഹിമ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഏതൊരു ഇബാദത്തും അമലും നമ്മൾ ചെയ്യുമ്പോഴും അതെന്തിനു ചെയ്യുന്നു എന്ന ലക്ഷ്യത്തിൽ കൂടിയാണ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്, അള്ളാഹുവിന് ഏറ്റവും പൊരുത്തമുള്ളത്, അള്ളാഹു സന്തോഷിക്കുന്നത് അതുവഴി ഞാൻ എന്ന വ്യക്തിയുമായി അള്ളാഹുവിന് അടുപ്പമുണ്ടാകാൻ പറ്റുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ തെരഞ്ഞുപിടിച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ കൂടുതൽ ചെയ്യുന്ന വ്യക്തിക്കും അതോടൊപ്പം തന്നെ ആ കർമ്മത്തിനുമൊക്കെ പ്രതിഫലം കൂടാൻ കാരണമായി തീരുന്നത്. ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ് എന്ന് പരിശോധിച്ച് നോക്കിയാൽ സക്കാത്താണോ, നോമ്പാണോ, ഹജ്ജാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഖുർആൻ പാരായണമോ ഒക്കെയാണോ എന്നിങ്ങനെ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഹദീസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം: വഅന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി, തീർച്ചയായും അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് അദ്വമുഹ, പതിവായി ചെയ്യുന്നതാണ്. ഹജ്ജ് പതിവായി ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളും ഇല്ല. എന്നാൽ ചെറു ചെറു കാര്യങ്ങളെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളുണ്ട്, അതൊക്കെ വലിയ ഗൗരവമുള്ള കാര്യങ്ങൾ. അത് പതിവാക്കണം. ഒരിക്കലും ഇബാദത്തിന് അമലുകൾക്കൊന്നും ഒരു അവസാനമോ അവധിയോ ഇല്ലല്ലോ. പരിശുദ്ധ ഖുർആനിലെ 94-ാമത്തെ സൂറത്തു ശുറഹ്, അതിൽ 7ഉം 8ഉം, അതായത് അവസാനത്തെ 2 ആയത്തുകൾ നമുക്കൊക്കെ കാണാൻ തരാം. ഫൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്, നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി നീ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അവിടെ വിശ്രമം ഇല്ല. ഒരു വിശ്വാസിയുടെ വിശ്രമം എവിടെയാ? ഖബറിലാണ്. എടുത്ത പണിയുടെയൊക്കെ എല്ലാ ബോണസും മറ്റു കാര്യങ്ങളൊക്കെ അനുഭവിച്ചും ആസ്വദിച്ചും കഴിഞ്ഞുകൂടേണ്ടത് ബർസഖിയായ ലോകത്താണ്. എന്നാൽ ആവേശ കമ്മിറ്റിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റുമാരായി ആരംഭശൂരത്വം കാണിച്ച് തുടക്കത്തിലുണ്ടാവും, പിന്നെ ഇങ്ങനെ പറിച്ചു മാറ്റി കുഴിച്ചിട്ട മരം പോലെയാണ്. ആ പച്ചപ്പ് 2 ദിവസമൊക്കെ ഉണ്ടാവും, പിന്നെ മെല്ലെ ഇങ്ങനെ വാട്ടം തുടങ്ങും, പിന്നെ ഇല കൊഴിയും, പിന്നെ ചില്ലയാകും, പിന്നെ അത് ഉണങ്ങും, പിന്നെ ആ മരം തന്നെയാണ് പോയി കിട്ടും. ഇങ്ങനെ ആവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹിജ്റിലെ ഒരായത്തിൽ പഠിപ്പിക്കുകയുണ്ടായി: വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, ദൃഢമാകുന്നത് വരെ. ആ ദൃഢത എപ്പോഴാണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അവസാനത്തെ ശ്വാസത്തോടുകൂടി ആ കലിമ പറയുമ്പോൾ ദൃഢമായി. അവിടെ യഖീൻ എന്ന പദത്തെ മുഫസ്സിറുകൾ പറഞ്ഞത് മരണം വരെ എന്നാണ്. അള്ളാഹുവിനെ നീ മരണം വരെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. കള്ളത്തൊരീക്കത്തുകാർ പറയാൻ്റെ ഒരു ദൃഢത വന്നു കഴിഞ്ഞാൽ, ഉറപ്പുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇബാദത്തും അമലൊന്നും വേണ്ട, വെറും ദിക്റും ഫിക്റുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടിയാൽ മതി എന്ന് പറയും. അല്ല, ഒരു വിശ്വാസിക്ക് അവസാനം ഒരു ലോഹറിന്റെ സമയത്താണ് മരിക്കുന്നത്. ലോഹർ കഴിഞ്ഞൊരു 15 മിനിറ്റ് കഴിഞ്ഞ് മരിക്കുകയാണ്. ലോഹർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, നിസ്കരിക്കണമെന്ന് അയാളുടെ ഉള്ളിലുണ്ട്. കൂടെയുള്ള ആളുകൾ അത് ഓർമ്മപ്പെടുത്തിയെങ്കിൽ അയാൾ നിസ്കരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇങ്ങനെ ഇബാദത്തുകൾ ചെയ്യുന്നതിൽ ഏറ്റവും ചെറുതായിട്ട് അദ്വമുഹ, പതിവായി ചെയ്യുന്നതാണ് ഇലല്ലാഹി, അല്ലാഹുവിലേക്ക് അഹബ്ബ്, ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. ഇൻ ഖല്ല, അതെത്ര കുറച്ചായിരുന്നാലും. ഇന്നൊരു 5 റക്അത്ത് നിസ്കരിച്ചു, നാളെ വയ്യ, നാളെ 3 റക്അത്ത് നിസ്കരിക്കുന്നുള്ളൂ, പിന്നെ 7 നിസ്കരിക്കാൻ ആവേശമുണ്ട്, അടുത്ത ദിവസം 1 അങ്ങനെ പാടില്ല. ചെയ്യുന്നത് കുറവാണെങ്കിലും സ്ഥിരമായി പതിവായി എത്രയാണോ ചെയ്യുന്നത് കൃത്യമായി നിർവഹിക്കുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. ഇങ്ങനെ ഇബാദത്തുകളും അമലും ഒക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ കൃത്യമായി നിത്യമായി ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്കൊക്കെ പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല
അവരുടെ ബർസഖയായ ജീവിതം റാഹത്താക്കി കൊടുക്കട്ടെ. അവരിൽ വന്നുപോയ എല്ലാ പാകപ്പിഴവുകളും അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തുമായി നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾ, പ്രയാസപ്പെടുന്ന ആളുകൾ, പ്രായാധിക്യമുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും മാറ്റിവെച്ച് സമചിത്തതയോടുകൂടി അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ, റിസ്ഖിന്റെ, മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമദാനിൽ നാം നിർവഹിച്ച എല്ലാ ഇബാദത്തുകളും അവയിൽ വന്നു പോകുന്ന പാകപ്പിഴവുകൾ പരിഹരിച്ച് കുറ്റമറ്റ അമലുസ്വാലിഹാത്തുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. സ്വീകരിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ തൗഫീഖും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അവശേഷിക്കുന്ന അതിന്റെ രാവും പകലും ഹയാത്താക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.